തുടക്കം മുതൽ അടിമുടി ദുരൂഹതകൾ മാത്രം. അതായിരുന്നു ജസ്ന തിരോധാന കേസ്. സ്വന്തം പിതാവും സുഹൃത്തും എന്നുവേണ്ട തുടക്കത്തിലെ സംശയനിഴലിൽ വന്നത് നിരവധി അവിശ്വസനീയമായി തോന്നിയ പേരുകൾ. കൊലപാതകം, ആത്മഹത്യ, പ്രണയത്തെ തുടർന്നുള്ള ഒളിച്ചോട്ടം മുതൽ രാജ്യാന്തര മത തീവ്രവാദ സംഘടനകളുടെ സ്വാധീനം വരെ അന്വേഷണ പരിധിയിൽ വന്നു. ലോക്കൽ പോലീസ് മുതൽ CBI വരെ അന്വേഷിച്ചിട്ടും ദുരൂഹത മാറാതെ നിൽക്കുകയാണ് ഈ കേസിൽ. 5 വർഷങ്ങൾക്ക് മുൻപ് ഒരു മാർച്ച് 23 കാഞ്ഞിരപ്പള്ളി SB കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയായിരിക്കെ കൊല്ലമുള്ള സന്തോഷ് കവലയിൽ കുന്നത്തുവീട്ടിൽ ജസ്നയെ പെട്ടെന്നൊരു ദിനം കാണാതായി. തുമ്പൊന്നും കിട്ടാതെ അന്വേഷണ സംഘത്തെയാകെ വലച്ച കേസ്. മുണ്ടക്കയം പുഞ്ചവയലിലെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോകുന്നെന്ന് പറഞ്ഞാണ് 2018 മാർച്ച് 22 ആ പെൺകുട്ടി വീട്ടിൽ നിന്നിറങ്ങിയത്. എരുമേലി വരെ സ്വകാര്യ ബസ്സിലെത്തിയെന്ന് സാക്ഷിമൊഴിയുണ്ട്. പിന്നീട് ആരും കണ്ടിട്ടില്ല. വീട്ടിൽ നിന്ന് പോകുമ്പോൾ ജസ്ന ഫോൺ എടുത്തിരുന്നില്ല. ഇത് മനഃപൂർവ്വമാണോ മറന്നതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. വീട്ടിൽ ബാക്കിയായ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചു. തെളിവൊന്നും കിട്ടിയില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി 2 ലക്ഷത്തോളം ഫോൺ നമ്പറുകൾ ശേഖരിച്ചു. 4000 നമ്പറുകൾ സൂക്ഷ്മ പരിശോധന നടത്തി. പെൺകുട്ടിയെ കാണാതായ അന്ന് 16 തവണ വിളിച്ച ആൺസുഹൃത്തിനെ പല തവണ ചോദ്യം ചെയ്തു. പക്ഷേ ഫലമുണ്ടായില്ല. കേരളത്തിന് പുറത്തേക്കും അന്വേഷണം നീണ്ടു. ഇതിനിടെ പലയിടത്ത് പലതവണ ജസ്നയെ കണ്ടെന്നുള്ള പല സന്ദേശങ്ങളും എത്തി. അന്വേഷിച്ചപ്പോൾ കാര്യമായി ഒന്നുമുണ്ടായിരുന്നില്ല. ജസ്നയുടെ വീട് കേന്ദ്രീകരിച്ചു തന്നെയായിരുന്നു ആദ്യഘട്ട അന്വേഷണം. പിതാവ് ജെയിംസ് അടക്കമുള്ളവരെ പലതവണ ചോദ്യം ചെയ്തു. സമീപകാലത്തൊന്നും ഒരു തിരോധാന കേസിൽ അന്വേഷിച്ചു പോകാത്ത വഴികളിൽ എല്ലാം എത്തി അന്വേഷണ സംഘം. വിവിധ പരീക്ഷണങ്ങൾ, വനപ്രദേശങ്ങളിലടക്കം പരിശോധനകൾ. അതിനിടെ ജസ്ന ജീവിച്ചിരിപ്പുണ്ടെന്ന് കേരള പോലീസിന്റെ കണ്ടെത്തൽ. എന്നാൽ തെളിവുകൾ നിരത്താനോ ജസ്നയെ കണ്ടെത്താനോ കഴിഞ്ഞില്ല. പിന്നീട് കേസ് CBIക്ക്. ജസ്ന എവിടെയെന്ന ചോദ്യം ബാക്കിയാക്കി CBIയും അന്വേഷണം അവസാനിപ്പിച്ചു. കോടതിയിൽ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ CBI അവസാനിപ്പിച്ചെടുത്ത് പുതിയ വഴിത്തിരിവിലേക്ക് നയിക്കാവുന്ന സംശയങ്ങൾ പ്രകടിപ്പിച്ച് 2024 മാർച്ചിൽ ജസ്നയുടെ പിതാവ് തിരുവനന്തപുരം CJM കോടതിയിൽ തുടരന്വേഷണത്തിന് ഹർജി നൽകി. ജസ്നയെ കാണാതായതിന് പിന്നിൽ അജ്ഞാത സുഹൃത്തിന്റെ പങ്കുണ്ടെന്ന സംശയമാണ് പിതാവ് ഉന്നയിച്ചത്. ആ സുഹൃത്ത് ജസ്നയെ ദുരുപയോഗം ചെയ്തിരിക്കാമെന്നാണ് അനുമാനം. അങ്ങനെ സംശയിക്കാവുന്ന ചില കാരണങ്ങളും ഹർജിയിൽ നിരത്തിയിരുന്നു. ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തലാണ് ആ ഹർജിയിലുള്ളത്. കാലം ഇത്രയും നമ്മൾ തിരഞ്ഞ ജസ്ന ജീവിച്ചിരിപ്പില്ലെന്ന്. സംശയമുള്ള അജ്ഞാത സുഹൃത്തിനെ കുറിച്ച് വിവരം നൽകിയിട്ടും ആ ദിശയിലൊന്നും അന്വേഷണം വ്യാപിപ്പിക്കാൻ CBI തയ്യാറായില്ലെന്നും ജെയിംസ് വിമർശിക്കുന്നു. ജസ്നയുമായി രഹസ്യബന്ധം കാത്തുസൂക്ഷിച്ചിരുന്ന സുഹൃത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ തയ്യാറാണെന്നും ജെയിംസ്. CBI സംഘം പിന്നാലെയുണ്ടെന്ന് ബോധ്യമായാൽ അജ്ഞാത സുഹൃത്ത് തെളിവുകൾ നശിപ്പിക്കുമെന്നാണ് പിതാവിന്റെ ആശങ്ക. രഹസ്യ സ്വഭാവത്തോടെയാണ് CBI അന്വേഷിക്കാൻ തയ്യാറാകുന്നതെങ്കിൽ യുവാവിന്റെ ഫോട്ടോ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ നൽകാൻ തയ്യാറാണെന്നും ഹർജിയിലുണ്ട്. ജസ്ന രഹസ്യമായി പ്രാർത്ഥനയ്ക്ക് പോയിരുന്ന സ്ഥലം താൻ കണ്ടെത്തിയെന്നും പിതാവ് ഹർജിയിൽ പറയുന്നു. അതേസമയം കേസ് അന്വേഷിച്ച CBI ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരാകണമെന്നാണ് ഹർജിയിൽ കോടതിയുടെ നിർദ്ദേശം. ക്രൈം ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.